അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. ഉച്ചവരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 13 മിനിറ്റ് ആയി കേട്ടോ രാവിലത്തെ വീഡിയോ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഇത് രാവിലത്തെ അങ്ങ് ഉച്ചയ്ക്ക് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നാളെയോ ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കടല തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കടലയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടലക്കറി വെക്കാനായിട്ട് പോവുകയാണേ. ഒത്തിരി നാളായി കേട്ടോ ഇവിടെ കടലക്കറിയൊക്കെ വെച്ചിട്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി നാളായി കടലക്കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കടലക്കറിയും അപ്പവുമാണ് രാവിലത്തെ കാപ്പി. പിന്നെ ഇന്നത്തെ ധൃതിയിൽ നിൽക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു കേട്ടോ. പാത്തുവിൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണമായിരുന്നു ടെക്സ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പോകാമെന്നാണ് വിചാരിച്ചതേ. അപ്പോൾ ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ അങ്ങോട്ട് പോകണം. ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കുമല്ലോ. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വെയിലും കൂടെ അല്ല. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് അത് വലിയ പാടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് ഒന്ന് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളിയും ഉരുളക്കിഴങ്ങ് ഇടാനില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ കൊഴുപ്പിന് വേറെ എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. സവാള തീരെ ചെറുതായതുകൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയാകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 എടുത്തതാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെന്താ അത്രയായിരുന്നു കേട്ടോ കഷ്ണങ്ങളാക്കി എടുത്തത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നോക്കിയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു. ഒരെണ്ണമെങ്കിലും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് 3ഉം കൂടി കടലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കണം. പറഞ്ഞോന്ന് ഓർക്കുന്നില്ല. ആ ഒരു പച്ചമുളകും കൂടി വേണം. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഗ്യാസ് തീർന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ നല്ല തീയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അടുപ്പിൽ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ കെട്ടും പോകത്തില്ലല്ലോ. അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് വെന്തോളും. ഞാൻ കട്ടൻ കുടിച്ചതുമില്ല കേട്ടോ. ഒഴിച്ച് ഉമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുടിക്കാനായിട്ട് പറ്റില്ല. ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടൻ കുടിക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം കട്ടനൊക്കെ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, എൻ്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ കാണും. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻസൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. മാക്സിമം കമൻസ് ചെയ്യാൻ നോക്കണം. കമൻസ് ചെയ്തില്ലെങ്കിൽ വിചാരിക്കുന്നത് എൻ്റെ പതിവ് കൂട്ടുകാരെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഒത്തിരി ദിവസം കൊണ്ട് കാണുന്നില്ല. വീഡിയോ കാണുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ഒരു ഹായ് എങ്കിലും പറയാനായിട്ട് നോക്കണം കേട്ടോ. ആരൊക്കെയാണ് കാണുന്നത്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. സ്കൂളിൽ പോണ്ടേ. പിന്നെ പാത്തുവിന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായയും പിന്നെ കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കാവറ്റലുണ്ടല്ലോ, അതിങ്ങനെ നീളത്തിന് അരിഞ്ഞിട്ടിട്ട് വറ്റലാക്കി എടുക്കത്തില്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ആളവിടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. രാവിലെ അത്ര നല്ല മൂഡിലൊന്നും അല്ലായിരുന്നു. വിശക്കുന്നേന്നും പറഞ്ഞിട്ടാട്ടോ എണീറ്റ് വന്നത്. അപ്പോഴത്തേക്കും തീയൊക്കെ പിടിച്ച് കിട്ടാൻ വലിയ പാടല്ലേ. പിന്നെ അപ്പത്തിനാണ് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ തലേന്ന് സാധാരണ നമ്മൾ ഉഴുന്നും ചോറും അരിയും കൂടെ അരച്ചാണ് എടുക്കാറ് കേട്ടോ. തേങ്ങ ചിലപ്പോഴത്തേക്കും അപ്പോഴും അരയ്ക്കാനായിട്ട് നോക്കാറില്ല. പിറ്റേന്ന് അപ്പം ചുടുന്ന സമയത്താണ് കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് അരച്ചൊഴിക്കുന്നത്. ചിലപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇച്ചിരി സമയം പിടിക്കുമെന്നും പറഞ്ഞിട്ട് കുറച്ച് കട്ടനും ചിപ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളതും കുറച്ചിരിക്കുകയാണ് കേട്ടോ. എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പുറത്തെ കൊച്ചിന് കൊടുക്കാം, ഈ കൊച്ചിന് വേണ്ട. തലയിലെന്തോ ഇത് ചീപ്പി കെട്ടിത്തരട്ടാ? ചീപ്പി കെട്ടി മുല്ലപ്പൂവും വെച്ചുതരാം. വേണ്ടേ? സ്കൂളിൽ പോകാൻ കെട്ടാനാണോ? കട്ടൻ ചായ എടുത്തുകൂടി. വേണ്ടേ?
അങ്ങനെ കുറച്ച് നേരം പാത്തുക്കുട്ടിയുടെ അടുത്തിരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് അവൾക്ക് കാർട്ടൂൺ ഇട്ട് വെച്ച് കൊടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുകയാണ്. കടലക്കറിക്ക് തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ നമ്മൾ അപ്പത്തിന് കുറച്ച് അരച്ചൊഴിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്തൊന്നും ഉള്ള വ്യൂസൊന്നും നമുക്കിപ്പോൾ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു പ്രശ്നമാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കേണ്ടതാണ് യൂട്യൂബിൽ. ഒരു ദിവസമെങ്കിലും നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ടാകണമെന്നില്ല. യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് ആ ചാനൽ പോകുമെന്നുള്ളൊരു പേടി എനിക്കിപ്പോൾ ഉണ്ട്. മാക്സിമം വീഡിയോ ഇടാനായിട്ട് നോക്കാവേ. പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് അപ്പത്തിൻ്റെ മാവിലേക്ക് നല്ല രീതിയിൽ മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ പിച്ചി കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കടല നോക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൊട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ചൂടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പ് എന്താ കത്തിക്കാത്തതെന്ന് ആരും വിചാരിക്കേണ്ട. അത് ചെറിയ അടുപ്പാണ് കേട്ടോ. വിറക് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതിനൊരു പരിധിയുണ്ട്. ചെറിയ ചുള്ളികളുണ്ടല്ലോ, ചെറിയ ചുള്ളിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതിലിരിക്കും. വലിയ വിറകൊക്കെ ആണെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ആ സമയം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ പെട്ടെന്ന് നമുക്കിതിൽ തീ പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കടല വെന്തപ്പോഴത്തേക്കും അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുക്കറിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കല്ലുണ്ടല്ലോ, നമ്മളെ അപ്പക്കല്ല് നല്ല രീതിയിൽ മയങ്ങിയ കല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശക്കലം പോലും ഒട്ടിപ്പിടിക്കത്തില്ല. കല്ലിങ്ങനെ കടിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ അപ്പമൊക്കെ ഓരോന്നും ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1-1.5 നമുക്ക് ചിക്കൻ മസാല, അത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ അതിടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, ഇനി വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ കടല ഏറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തക്കാളിയും അതുപോലെ സവോളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ ഇല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കൊച്ചിന് വിശക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കാനൊന്നും നിന്നില്ല. പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് അനത്തിയെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കടല ഞാൻ കുക്കർ തുറന്ന സമയത്തെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് തേങ്ങാപ്പാലുണ്ടല്ലോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇങ്ങനെയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. ആ തേങ്ങാപ്പാലിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കുക. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ഞാൻ അപ്പോൾ കടലയാണ് അരച്ചൊഴിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും കറി ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു. പാത്തുവിന് ഞാൻ കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് തുണികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴുകിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിൽ പൊടിയിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഉമ്മാട നമസ്കാര കുപ്പായവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വാരിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട്
കാപ്പിയൊക്കെ ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചത്. പിന്നെ മോളെ റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകണം. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ അപ്പോഴപ്പോഴെ തന്നെ ഒന്ന് കഴുകി മാറ്റി വെച്ചത് കൊണ്ട് ഇങ്ങനെ കുന്നുകൂടിയൊന്നും കിടപ്പില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി അങ്ങ് എളുപ്പം കഴിഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകി നിൽക്കുമ്പം തന്നെ 10 മണി 11 മണിയാവും. അപ്പോൾ എന്തായാലും അപ്പോഴെടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴത്തന്നെ അങ്ങോട്ട് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നേ. മുറ്റവും കൂടെ ഒന്ന് തൂത്തിട്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാട്ടോ സത്യം പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും വെയിൽ അങ്ങോട്ട് ഉറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുണി കഴുകിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മെനക്കെടാൻ വേണ്ടിയിട്ട് നിന്നില്ല. വൈകുന്നേരം കാണാൻ തൂക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയും തൂത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ മുറ്റം അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ പ്ലാൻ ചെയ്ത് എണീറ്റത്. പക്ഷേ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ വെയിലൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് തൂക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ മോളെ ഒരുക്കി ഞാനും അനിയത്തിയും കൂടിയാണ് മോളെയും കൊണ്ട് സ്കൂളിലേക്കൊക്കെ പോയത്. ഭയങ്കര ഹാപ്പിയിലാട്ടോ പാത്തു. സ്കൂളിൽ ഇങ്ങനെ ഒത്തിരി നാൾ കൂടി പോകുമ്പോഴത്തേക്കും ആളുടെ തുടക്ക സമയങ്ങളിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് ശീലമായപ്പോൾ പിന്നെ അങ്ങ് മാറി. ഇന്ന് എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടുകാരെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇരിക്കുന്നത്. കേറ് അപ്പോൾ മുന്നേ അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോയാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ 1-2 പേരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്ത് ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ. ചെന്നപ്പോഴത്തേക്കും പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റൊക്കെ വാങ്ങി കേട്ടോ. 3 ടൈമിലെയും ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പത്തുവിന് അവിടെ നിന്ന് മുട്ടായിയൊക്കെ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പാത്തുവിന് ജ്യൂസ് മേടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കടയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോരാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതിന് അങ്ങനെ കയറിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിണങ്ങിയിരിക്കുകയാണ് ആൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ബാക്കി വിശേഷം നാളെ ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റാ.